അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം രണ്ടാം ഭാഗത്തിലെ 13ാമത്തെ പാഠം മത്തസ്സാഅത്തു, ഖിയാമത്ത് നാൾ എപ്പോഴാണ് സംഭവിക്കുക. ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാളിൻ്റെ ചെറിയ അടയാളങ്ങളും വലിയ അടയാളങ്ങളുമൊക്കെയാണ് ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം വായിക്കാം. മത്തസ്സാഅത്തു, ഉസ്താദും ഉപ്പയും സംസാരിക്കുകയായിരുന്നു. ഉപ്പ പറഞ്ഞു, ആരെയും വിശ്വസിക്കാൻ വയ്യ, അമാനത്ത് ഇല്ലാതായിരിക്കുന്നു. അമാനത്ത് പറഞ്ഞാൽ വിശ്വസ്തത ഇല്ലാതായിരിക്കുന്നു. ഉസ്താദ്, ശരിയാണ്, അമാനത്ത് നഷ്ടപ്പെട്ടാൽ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അമാനത്ത് നഷ്ടപ്പെട്ടാൽ, അതായത് വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിക്കുക എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, എങ്ങനെയാണ് അമാനത്ത് നഷ്ടപ്പെടുക, എങ്ങനെയാണ് ഈ വിശ്വാസം നഷ്ടപ്പെടുക എന്നെന്ത് ചെയ്തു? സ്വഹാബത്ത് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അനർഹർക്ക് അധികാരം ലഭിച്ചാൽ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിക്കുക. അനർഹർക്ക്, ഒരു അർഹതയും ഇല്ലാത്തവർക്ക്, അവർക്ക് എന്ത് ലഭിക്കുക? അധികാരം ലഭിക്കുക. ഭരണം നടത്താനുള്ള അധികാരം അവർക്ക് എന്ത് ചെയ്യുക? ലഭിക്കുക. അതാണ് പറഞ്ഞ്, അനർഹർക്ക് അധികാരം ലഭിച്ചാൽ, ഒരു അർഹതയുമില്ല അവർക്ക്, അധികാരം നടത്താനുള്ള ഒരു അർഹതയുമില്ല, വിദ്യാഭ്യാസമില്ല, ഒരു കുന്തമില്ല, അങ്ങനത്തെവർക്ക് അധികാരം ലഭിച്ചാൽ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിക്കുക എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസം മദ്രസയിൽ വെച്ച് റബീഅ ചോദിച്ചു, അമാനത്ത് നഷ്ടപ്പെടൽ ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണോ? വീട്ടിൽ നിന്ന് ഉപ്പയും ഉസ്താദും സംസാരിക്കുന്നത് കേട്ടതാണ്. അപ്പോൾ വീട്ടിൽ മദ്രസയിലെത്തിയപ്പോൾ റബീഅ ഉസ്താദിനോട് ചോദിക്കുകയാണ്, അമാനത്ത് നഷ്ടപ്പെടൽ ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണോ? ഉസ്താദ്, അതെ, ഖിയാമത്ത് നാളിന് ചെറിയ അടയാളങ്ങളും വലിയ അടയാളങ്ങളുമുണ്ട്. ചെറിയ അടയാളങ്ങളുണ്ട്, വലിയ അടയാളങ്ങളുമുണ്ട്. ചെറിയ അടയാളങ്ങളൊക്കെ ഏകദേശം നമ്മുടെ കൺമുമ്പിൽ ഇവരങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെയാണ് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നോക്കാം. ഒന്നാമത്തെ, മതപരമായ അറിവ് കുറയുക. മതപരമായിട്ടുള്ള അറിവ് എന്ത് ചെയ്യുക? ജനങ്ങൾക്ക് കുറയുക. അത് ഒന്നാമത്തെ അടയാളമാണ്, ചെറിയ അടയാളങ്ങളിൽ പെട്ടതാണത്. അടുത്തത്, മസ്ജിദിൽ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാവുക. മസ്ജിദുകളിൽ, പള്ളികളിൽ എന്തുണ്ടാവുക? ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അഭൗതികമായ സംസാരങ്ങൾ. പള്ളിയിൽ വെച്ചുകൊണ്ട് ഭൗതികമായ സംസാരിക്കാൻ പാടില്ല. അവിടെ വെച്ച് ഇൽമു പഠിക്കുക, ഇബാദത്ത് ചെയ്യുക, ആരാധനാകർമ്മങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അവിടെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഭൗതികപരമായ ദുന്യവിയായ കാര്യങ്ങൾ ശബ്ദിക്കുക. അടുത്തത്, സംഗീതമേളകളും നർത്തകികളും വർദ്ധിക്കുക. സംഗീതമേളകൾ, പാട്ടുകാരി വരിക, പാട്ടുകാരികളും നർത്തകികളും, നൃത്തം ചെയ്യുന്ന പെണ്ണുങ്ങൾ എന്ത് ചെയ്യുക? നർത്തകികളും വർദ്ധിക്കുക. ഇതൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണുള്ളത്. അടുത്തത്, കൊലപാതകം പരക്കുക. കൊലപാതകം നമ്മുടെ നാട്ടിൽ സുലഭമായിക്കൊണ്ടിരിക്കുന്നൊരു സംഗതിയാണത്. കൊന്നവനറിയില്ല ഞാൻ എന്തിനാണ് കൊല ചെയ്യപ്പെട്ട ആൾക്കറിയില്ല ഞാൻ എന്തിനാണ് മരിക്കുന്നത്, എന്തിനാണ് എന്നെ കൊന്നതെന്ന് അവർക്കറിയില്ല, കൊന്നവൻക്കറിയില്ല ഞാൻ എന്തിനാണ് അവനെ കൊന്നതെന്ന്. ഈ രൂപത്തിലുള്ള കൊലപാതകങ്ങളൊക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കുക നമ്മുടെ നാട്ടിൽ. അതാ പറഞ്ഞത്, കൊലപാതകം പരക്കുക, വ്യഭിചാരം കൂടുക. വ്യഭിചാരം എന്ത് ചെയ്യുക? വർദ്ധിച്ചു വരിക. അതൊക്കെ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തത്, പലിശ ഇടപാടുകൾ അധികമാവുക. പലിശ ഇടപാടുകൾ എന്ത് ചെയ്യുക? അധികമാവുക. ഇതൊക്കെ എന്തിൻ്റെ അടയാളങ്ങളാണ്? ഖിയാമത്ത് നാളിൻ്റെ ചെറിയ അടയാളങ്ങളാണ്. അടുത്തത്, മദ്യപാനം വർദ്ധിക്കുക. കള്ള് കുടിക്കുന്ന സ്വഭാവം, മദ്യപാനം, മയക്കുമരുന്നിൻ്റെ ഒക്കെ ഉപയോഗം ചെയ്യുക, വർദ്ധിച്ചു വരിക. സ്ത്രീകളുടെ എണ്ണം കൂടുക. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ എണ്ണം ചെയ്യുക? കൂടുക. അടുത്ത, സ്ത്രീകൾ പൊതുരംഗപ്രവേശം ചെയ്യുക. സ്ത്രീകൾ എന്ത് ചെയ്യുക? പൊതുരംഗത്തേക്കൊക്കെ എന്ത് ചെയ്യുക? സ്ത്രീകൾ എന്ത് ചെയ്യുക? പ്രവേശിക്കുക. ഇതൊക്കെ എന്തിൻ്റെ അടയാളങ്ങളാണ്? ഖിയാമത്ത് നാളിൻ്റെ ചെറിയ അടയാളങ്ങളാണ്. അതൊക്കെ ഇന്നിവിടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഔറത്ത് പ്രദർശിപ്പിക്കുന്നവരാവുക. സ്ത്രീകൾ ഔറത്ത്, അവരുടെ മറക്കേണ്ട ശരീരത്തിൻ്റെ ഭാഗങ്ങളെ മറക്കാതെ അത് പ്രദർശിപ്പിച്ചുകൊണ്ട്, അത് വെളിവാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക? നടക്കുന്നവരാവുക. പറഞ്ഞ് ഔറത്ത് പ്രദർശിപ്പിക്കുന്നവരാവുക. അപ്പോൾ റസൂലുള്ള പറഞ്ഞ സംഗതികളാണ് ഇതൊക്കെ.
ഖിയാമത്ത് നാൾ നടക്കുമ്പോൾ ചെറിയ ചെറിയ അടയാളങ്ങളായിട്ട് ഇങ്ങനെയൊക്കെ വരുന്നു. അപ്പോൾ സ്ത്രീകളെന്ത് ചെയ്യും? ഔറത്ത് മറക്കാതെ ഇവിടെ രംഗത്ത് വരും. അതിലെന്ത് പെടാൻ പാടില്ല? നമ്മൾ പെടാൻ പാടില്ല. റസൂലുള്ളാഹി പറഞ്ഞതുകൊണ്ട് അങ്ങനത്തെ ഒരു സമൂഹം ഇവിടെ വരും. അതിൽ നമ്മൾ പെടണോ പെടണ്ടേ എന്നത് നമ്മളാ തീരുമാനിക്കേണ്ടത്. നമ്മുടെ വസ്ത്രധാരണകളും നമ്മുടെ പൊതു രംഗത്തേക്കുള്ള നമ്മുടെ പ്രവേശനങ്ങളും അതൊക്കെ എങ്ങനെയായിരിക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അത് ഇസ്ലാമിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ടത്. അത് നമ്മൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. അടുത്ത അനർഹർക്ക് അനർഹർ ഭരണം നടത്തുക. ഒരു അർഹതയും ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യുക? ഭരണം നടത്തുക. അടുത്ത് അറിവില്ലാത്തവർ നേതാക്കന്മാരാവുക. ഒരു ചുക്കും അറിയില്ല, ഒരു തേങ്ങ അറിയുണ്ടാവില്ല, അവനെന്താവുക? അവൻ വലിയ വലിയ നേതാവായിരിക്കും. അതാ പറഞ്ഞ അറിവില്ലാത്തവർ നേതാക്കന്മാരാവുക. അടുത്ത വിശ്വസ്തത നഷ്ടപ്പെടുക. വിശ്വസ്തത എന്ത് ചെയ്യുക? നഷ്ടപ്പെടുക. അതും ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളാണ്, ചെറിയ അടയാളങ്ങളാണ്. അടുത്തത് മഹാമാരികൾ പെരുകുക. മഹാമാരികൾ എന്ത് ചെയ്യുക? പെരുത്ത് വരിക. ഇപ്പോൾ ഈ അടുത്ത് കോവിഡ് നമ്മളിൽ നിന്ന് വന്നു പോയി. അതുപോലുള്ള മഹാമാരികൾ എന്ത് ചെയ്യുക? പെരുകി വരിക. അടുത്ത് കുടുംബ ബന്ധങ്ങൾ തകരുക. കുടുംബ ബന്ധങ്ങൾ എന്ത് ചെയ്യുക? തകരുക. ഏട്ടനഞ്ചന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ, അയൽവാസികൾ തമ്മിൽ പ്രശ്നങ്ങൾ, പിന്നെ അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഏട്ടനഞ്ചന്മാർ തമ്മിൽ, അല്ലെങ്കിൽ പെങ്ങന്മാർ തമ്മിൽ, അല്ലെങ്കിൽ മരുമക്കൾ തമ്മിൽ, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുക? ഓരോ പ്രശ്നങ്ങളുണ്ടാവുക. ഇത് കുടുംബ ബന്ധങ്ങൾ എന്ത് ചെയ്യുക? തകരുക. ഇതെന്തിൻ്റെ അടയാളമാണ്? ഖിയാമത്ത് നാളിൻ്റെ ചെറിയ അടയാളങ്ങളാണ്. അതുപോലെ അചേതന വസ്തുക്കൾ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത വസ്തുക്കൾ എന്ത് ചെയ്യുക? സംസാരിക്കുക. അതൊക്കെ നമ്മളെ കൺമുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതികളാണല്ലോ. കളിപ്പാട്ടങ്ങൾ സംസാരിക്കുന്നു, ഓരോ രൂപത്തിലുള്ള ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നു. ജീവനുണ്ട വസ്തുക്കൾക്ക് ഇല്ല. പിന്നെ AI ഒക്കെ വളർന്നു വരുന്നൊരു കാലഘട്ടമാണല്ലോ ഇത്. ഓരോ റോബോട്ടുകൾ സംസാരിക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ജീവനില്ലാത്ത വസ്തുക്കൾ എന്ത് ചെയ്യുക? സംസാരിക്കുക. അടുത്ത് മുസ്ലിങ്ങൾക്കെതിരെ മറ്റു സമുദായങ്ങൾ ഐക്യപ്പെടുക. മുസ്ലിങ്ങൾക്കെതിരിൽ മറ്റ് എല്ലാ വിഭാഗം ആളുകളും, മറ്റ് ഏതെല്ലാം സമുദായങ്ങളുണ്ടോ അവരൊക്കെ ഐക്യപ്പെട്ടുകൊണ്ട് മുസ്ലിങ്ങളെ തകർക്കുന്നതിൽ അവരൊക്കെ ഏകകണ്ഠമായിട്ട് നിലകൊള്ളുക. അതൊക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികളാണ്. അടുത്ത് തുടങ്ങിയവ ഖിയാമത്ത് നാളിൻ്റെ ചെറിയ അടയാളങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഖിയാമത്ത് നാളിൻ്റെ ചെറിയ ചെറിയ അടയാളങ്ങളിൽപ്പെട്ടതാണ്. ഇനി വലിയ അടയാളങ്ങൾ ഏതാണ്? വലിയ അടയാളങ്ങൾ ഏതാണെന്ന് റബീ ചോദിച്ചു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു കൊടുക്കുകയാണ്, ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരിക, ദജ്ജാൽ പ്രത്യക്ഷപ്പെടുക, ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങുക, യഅ്ജൂജ് മഅ്ജൂജ് പുറപ്പെടുക, കഅബ ഷരീഫ പൊളിക്കുക. അപ്പോൾ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരിക. ആരാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു? അറിയാം, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരയിൽ വരുന്ന ആളാണ് ഈ മഹ്ദി ഇമാം എന്ന് പറയുന്നവർ. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് എന്നായിരിക്കും, അദ്ദേഹത്തിൻ്റെ ഉപ്പാൻ്റെ പേര് അബ്ദുള്ള എന്നുമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവിൻ്റെ പേരിനോടും നബി തങ്ങളുടെ പേരിനോടും സാദൃശ്യമായിരിക്കും ബഹുമാനപ്പെട്ടവരുടെ പേര്. അക്രമവും അനീതിയും നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലേക്കാണ് ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരിക. അടുത്ത ദജ്ജാൽ പ്രത്യക്ഷപ്പെടുക. ആരാണ് ഈ ദജ്ജാൽ എന്ന് പറഞ്ഞാൽ? ചുവന്ന നിറത്തിലുള്ള ഒരു യുവാവാണ്. അതുപോലെ നല്ല തടിച്ചവനാണ്, മുടി ജട കുത്തിയവനാണ്, കോങ്കണ്ണനാണ്. രണ്ട് കണ്ണുകൾക്കിടയിൽ എന്ത് എഴുതിയിട്ടുണ്ടാവും? കാഫിർ എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് സത്യവിശ്വാസികൾക്ക് മാത്രമേ അത് വായിക്കാൻ കഴിയുള്ളൂ. അവൻ്റെ കണ്ണുകൾക്കിടയിൽ കാഫിർ എന്ന് എഴുതിയിട്ടുണ്ടാവും. ഭൂമിയിൽ അവൻ 40 ദിവസം താമസിക്കുക. എന്നാൽ അവന് മക്കയും മദീനയും അല്ലാത്ത എല്ലാ പ്രദേശത്തും അവൻ എന്ത് ചെയ്യും? ഇറങ്ങും. അതാണ് ദജ്ജാൽ. ഇനി ചെറിയ രൂപത്തിൽ പറഞ്ഞു എന്ന് മാത്രം. അടുത്ത ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങുക. ഈസാ നബി അലൈഹിസ്സലാം ഡമസ്കസിലാണ് ഇറങ്ങുക. ഈസാ നബി അലൈഹിസ്സലാം ആകാശത്തു നിന്നും ഇറങ്ങുക. ഇറങ്ങിയിട്ട് ദജ്ജാലിനെ എന്ത് ചെയ്യും? ബാബിലുദ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ദജ്ജാലിനെ കൊല്ലും. ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നടക്കും. അതിനുശേഷം ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്ത് അനുസരിച്ച് എന്ത് ചെയ്യും? പ്രബോധനം ചെയ്യും. അടുത്തത് യഅ്ജൂജ് മഅ്ജൂജ് പുറപ്പെടുക. യഅ്ജൂജ് മഅ്ജൂജ് എന്ത് ചെയ്യുക? പുറപ്പെടുക. ആരാ യഅ്ജൂജ് മഅ്ജൂജ്? നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ യാഫിസിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട 2 കുടുംബങ്ങളാണ് ആര്? യഅ്ജൂജ് മഅ്ജൂജ് എന്ന് പറയുന്ന 2 ടീം. അവരാ സമയമായി കഴിഞ്ഞാൽ കുന്നും പ്രദേശങ്ങളിൽ നിന്നൊക്കെ അവരിങ്ങനെ ഇറങ്ങി വരും. എന്നിട്ടോ എന്താ പോലെ പരിപാടി? നാട്ടിൽ കൊലപാതകം, പിടിച്ചുപറി, കവർച്ച, ഇതൊക്കെ നടത്തുക. ഇതാണ് അവരുടെ മെയിൻ പരിപാടി. ആര്? യഅ്ജൂജ് മഅ്ജൂജ് എന്ന് പറയുന്ന ഈ ഭാഗത്തിൻ്റെ അവസാനത്തിൻ്റെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ പുഴുക്കളെ ഇറക്കിയിട്ട് അവരെന്ത് ചെയ്യും? നശിപ്പിച്ച് കളയും. അതാണ് യഅ്ജൂജ് മഅ്ജൂജ്. അടുത്ത കഅബ ഷരീഫ പൊളിക്കുക. കഅബ ഷരീഫ എന്ത് ചെയ്യും?
പൊളിക്കും. നമ്മുടെ ഖിബിലയാകുന്ന കഅബ ഷരീഫ് ഉണ്ടല്ലോ, അത് പൊളിക്കും. ഖിയാമത്ത് നാളിൻ്റെ വലിയ അടയാളങ്ങളാണ്. ഹൃദയങ്ങളിൽ നിന്നും മുസ്ഹഫിൽ നിന്നും പരിശുദ്ധ ഖുർആൻ ഉയരുക. ഹൃദയങ്ങളിൽ നിന്ന് പിന്നെ പരിശുദ്ധ ഖുർആൻ ഉയരുക എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഖുർആൻ മനഃപ്പാഠമുണ്ടാവുകയില്ല. അതുപോലെ തന്നെ മുസ്ഹഫിൽ നിന്നും പരിശുദ്ധ ഖുർആൻ ഉയരുക. അതായത് ഖുർആൻ അതിൻ്റെ നിയമങ്ങളനുസരിച്ച് പാരായണം ചെയ്യാൻ അറിയുന്നവർ ഉണ്ടാവുകയില്ല. അതൊക്കെയാണ് ഖുർആൻ ഉയരുക എന്ന് പറയുന്നത്. അടുത്ത സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുക. ഇപ്പോൾ കിഴക്ക് നിന്നാണല്ലോ സൂര്യൻ ഉദിക്കുന്നത്. ആ സൂര്യൻ എവിടെ നിന്ന് ഉദിക്കുക? പടിഞ്ഞാറ് നിന്ന് ഉദിക്കുക. ദാബത്തുൽ അർള് പുറപ്പെടുക. ദാബത്തുൽ അർള് എന്ന് പറയുന്ന ഒരു മൃഗമാണിത്. അവസാന നാളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു മൃഗമാണ് ദാബത്തുൽ അർള്. ഈ ദാബത്തുൽ അർള് എന്ത് ചെയ്യും? സ്ഫുടമായിട്ട് സംസാരിക്കും, നല്ല രീതിയിൽ സംസാരിക്കും. എന്നിട്ട് അത് പറയും, ഇത് സത്യവിശ്വാസിയാണ്, ഇത് അവിശ്വാസിയാണ്, സത്യനിഷേധിയാണ് എന്ന് ആ ദാബത്തുൽ അർള് എന്ത് ചെയ്യും? പറയും. അടുത്ത മശ്രിഖിലും മഗ്രിബിലും ജസീറയിലും ഭൂമി പിളരുക. അവിടേക്ക് എന്ത് ചെയ്യും? ഭൂമി പിളരും. അതുപോലെ തന്നെ യമനിൽ നിന്ന് വലിയ തീ ഉയരുക. യമനിൽ നിന്ന് വലിയ തീ ഉയരുക എന്നിവ വലിയ അടയാളങ്ങളാണ്. ഇപ്പോൾ ഈ പറഞ്ഞ അടയാളങ്ങളൊക്കെ ഏതടയാളങ്ങളാണ്? വലിയ ഖിയാമത്ത് നാളിൻ്റെ തൊട്ട് മുമ്പുണ്ടാകുന്ന വലിയ അടയാളങ്ങളാണ് പറഞ്ഞത്. നമ്മൾ ചെറിയ അടയാളങ്ങൾ പറഞ്ഞ് ഏകദേശം ചെറിയ അടയാളങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികളാണ്. നമുക്ക് നമ്മുടെ ചുറ്റുവട്ടം ഒന്ന് വീക്ഷിച്ചാൽ അത് നമുക്ക് മനസ്സിലാകും. ഈ അടയാളങ്ങൾക്ക് ശേഷം ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറിൽ ഊതും, സൃഷ്ടികളെല്ലാം നശിക്കും. ഉസ്താദ് വിശദീകരിച്ചു. ഈ അടയാളങ്ങൾക്കൊക്കെ ശേഷമാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ എന്ത് ചെയ്യുക? ഊതുക. അതിനുശേഷം അതോടുകൂടെ സൃഷ്ടികൾ എല്ലാം എന്ത് ചെയ്യും? നശിക്കും. ഈമാൻ കിട്ടി മരിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഇഖ്തറബത്തിസ്സാഅതു വൻശഖൽ ഖമർ. അന്ത്യനാൾ അടുത്തു, ചന്ദ്രൻ പിളരുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് പാഠത്തിലെ തദ്രീബാത്ത് നോക്കാം. ഒന്ന്, നഖ്റഉ വനഫ്ഹം വായിച്ച് മനസ്സിലാക്കാൻ. അസ്സാഅത്തു ഖിയാമത്ത് നാൾ. മത്ത എന്ന് പറഞ്ഞാൽ എപ്പോൾ, അമാനത്ത് വിശ്വസ്തത, അലാമത്ത് അടയാളം, മശ്രിഖ് കിഴക്ക്, മഗ്രിബ് പടിഞ്ഞാറ്, യമൻ ജസീറത്തുൽ അറബിലെ രാജ്യം. അങ്ങനെയുള്ള വാക്കുകളൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക, ബാക്കിയുള്ളതൊക്കെ. പിന്നെ രണ്ടാമത്തെ നുൻഷിഉൽ ജുംല. ചില വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വെച്ച് നമുക്ക് പദങ്ങൾ തയ്യാറാക്കണം. അപ്പോൾ ഒന്നാമത്തെ രംഗപ്രവേശനം. അപ്പോൾ അതിനെ സ്ത്രീകൾ പൊതുരംഗപ്രവേശം ചെയ്യുക. അടുത്തത് മഹാമാരി. കോവിഡ് മഹാമാരി ലോകത്ത് വ്യാപിച്ചു. അടുത്തത് ശബ്ദകോലാഹലം. അനാവശ്യ ശബ്ദകോലാഹലങ്ങൾ ഉയർന്നു. ഇനി മൂന്നാമത്തേത് നുജീബ് ഉത്തരം എഴുതാനാണ്. ഒന്ന്, സൃഷ്ടികളെല്ലാം നശിക്കുന്നത് എപ്പോൾ? ആൻസർ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറിൽ ഒന്നാമത് ഊതുമ്പോൾ. രണ്ട്, ഖിയാമത്തിൻ്റെ ചെറിയ അടയാളങ്ങളിൽ 3 എഴുതുക. ആൻസർ കൊലപാതകം പരക്കും, വ്യഭിചാരം കൂടുക, മദ്യപാനം വർദ്ധിക്കുക. ഇനി മൂന്നാമത്തേത് ഖിയാമത്ത് നാളിൻ്റെ വലിയ അടയാളങ്ങളിൽ 3 എഴുതുക. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരിക, ദജ്ജാൽ പ്രത്യക്ഷപ്പെടുക, കഅബ ഷരീഫ് പൊളിക്കുക. 4, എപ്പോൾ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? എപ്പോൾ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ആൻസർ അനർഹർക്ക് അധികാരം ലഭിച്ചാൽ ഖിയാമത്ത് നാൾ പ്രതീക്ഷിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 5, അമാനത്ത് നഷ്ടപ്പെടുന്നത് എപ്പോൾ? ആൻസർ ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ. ഇനി നാലാമത്തത് നംല ഉൽ ഖാന. ഇവിടെ കോളങ്ങളാണ് കൊടുത്തിട്ടുള്ളത് നമ്മളെ തദ്രീബാത്തിൽ. അവിടെ സൗകര്യത്തിന് വേണ്ടി കോളങ്ങൾ ഒഴിവാക്കിയതാണ്. അപ്പോൾ ബുക്കിൽ കോളത്തിലാണ് ഇത് എഴുതി കൊടുക്കേണ്ടത്. 1, ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ കൂടും. എന്തെല്ലാമാണ് കൂടുക? വ്യഭിചാരം കൂടും, അതുപോലെ തന്നെ പലിശ ഇടപാടുകൾ അധികമാകും, മദ്യപാനം വർദ്ധിക്കും, സ്ത്രീകളുടെ എണ്ണം കൂടുക. ഈ കാര്യങ്ങളൊക്കെ കൂടുന്നവയാണ്. ഇനി രണ്ടാമത്തെ, ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ കുറയും. എന്തൊക്കെ കുറയുക? പുരുഷന്മാർ കുറയും, അറിവ് കുറയും, വിശ്വസ്തത കുറയും, പിന്നെ മതപരമായ അറിവുള്ളവർ കുറയും.
ഇനി അഞ്ചാമത്തെ നസിൽ ചേരുംപടി ചേർക്കാനാണ്. ദാബത്തുൽ അർള്, കഅബ, ദജ്ജാല്, യമൻ, മശ്രിഖ്. ഇതിനോട് യോജിച്ചത് അപ്പുറത്ത് ABCDE എന്നതിലുണ്ട്, അത് യോജിപ്പിച്ചെഴുതുക. അപ്പോൾ ഒന്ന് ദാബത്തുൽ അർള്, അതിനോട് യോജിച്ചേതാ? ആൻസർ D ആണ്, പുറപ്പെടും. ദാബത്തുൽ അർള് എന്ന മൃഗം പുറപ്പെടും. 2 കഅബ, ആൻസർ C, കഅബ പൊളിക്കും. മൂന്നാമത്തെ ദജ്ജാൽ, ആൻസർ E ആണ്, ദജ്ജാൽ പ്രത്യക്ഷപ്പെടും. 4 യമൻ, ആൻസർ B, തീ ഉയരും, യമനിൽ തീ ഉയരും. 5 മശ്രിഖ്, ആൻസർ A, ഭൂമി പിളരും. ഇനി ആറാമത്തെ നുഇദ് ഫിഖ്റ, ഖിയാമത്ത് നാളിൻ്റെ ചെറിയ അടയാളങ്ങൾ എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കുക. നമ്മുടെ പാഠത്തിൽ തന്നെ ഫുള്ള് കൊടുത്തിട്ടുണ്ട്. മതപരമായ അറിവ് കുറയുക, മസ്ജിദിൽ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാവുക, സംഗീതമേളകളും നർത്തകികളും വർദ്ധിക്കുക, കൊലപാതകം പരക്കുക, വ്യഭിചാരം കൂടുക, പലിശ ഇടപാടുകൾ അധികമാവുക, മദ്യപാനം കൂടുക. ഇങ്ങനെ നമ്മുടെ പാഠത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് അത് നോക്കി എഴുതിയാൽ മതി. ഇതോടെ നമ്മുടെ പാഠത്തിലെ തദ്രീബാത്ത് അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.